ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായാണ്. അത് 1/4 കിലോ പച്ചരിയാണ്. അത് ചുമന്ന പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് പച്ചരിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, വെള്ളപ്പച്ചരിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ചുമന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ട ഈ പച്ചരി നല്ലതുപോലെ കൊഴുക്കുക. ഒരു 4 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കൊഴുത്താൽ മതിയാവും. 3 മണിക്കൂർ കൊഴുത്താൽ മതി. നല്ല കൊഴുത്തതിന് ശേഷം അത് ഊറ്റി നന്നായി അരച്ച് നല്ലതുപോലെ അരയ്ക്കുക. വെള്ളം അധികം ഒഴിക്കരുത്, നല്ല കട്ടിക്ക് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് പിന്നെ അതിന് വേണ്ടത് ശർക്കരയാണ്. ഇത് ഒരു ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 1/4 കിലോ ശർക്കര. അത് പൊട്ടിച്ചിട്ടതാണ്. നന്നായിട്ട് ഉരുക്കിയെടുക്കണം. അതിൽ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഉരുക്കിയെടുക്കുക. ഒരു തേങ്ങ ഇതുപോലത്തെ അരിഞ്ഞെടുത്തിട്ട് അത് നമുക്ക് വറുത്ത് വയ്ക്കാം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു. ശർക്കര നന്നായി ഉരുവിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് തണുക്കണം. ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം ഇവിടെ തേങ്ങ നന്നായി മൂത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് മൂപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ മൂപ്പിക്കാം. ഇവിടെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അരി ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല കട്ടിക്കാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പഴവും വേണം, ഒരു പാളയും കൂടെ പഴം. തേങ്ങ നെയ്യിൽ വറുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറുത്തിട്ടുള്ളത്. നെയ്യില്ലാത്തത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ വറുത്തതാണ്. പഴം മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. ശർക്കര പാകം ഒന്ന് അരിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. പഴം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഏലക്കയും ഒരു 5-6 ഏലക്കയും കൂടെ വേണം കേട്ടോ. അത് അരിയിൽ കൂടെ ഇട്ട് അരച്ചാലും മതി. ഇപ്പം ഞാൻ അരിയിലിടാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാനൊന്ന് ചതച്ചിടാം. ഇതിലേക്ക് ചതച്ചെടുത്ത ഏലക്കാപ്പൊടിയും പാവ് നമ്മളിവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ അതിലൊഴിക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത്
അവിടെ നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ അര സ്പൂൺ അപ്പക്കാര, നമ്മൾ അപ്പത്തിനൊക്കെ ഇടുന്ന പൊടിക്കാര, അത് ഇട്ട് നന്നായി ഇളക്കുക. മാവ് ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് അപ്പച്ചട്ടി വെക്കണം. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഇനി നല്ല ചൂടാവണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണയെല്ലാം ഇവിടെ ചൂടായിട്ടുണ്ട്, നന്നായി ചൂടായിട്ടുണ്ട്. ഒഴിക്കും മുമ്പേ തന്നെ അത് പൊങ്ങി വരും. കണ്ടോ, ഒഴിക്കും മുമ്പേ തന്നെ അത് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലത്തെ ഉണ്ണിയപ്പമാണ്. ഇതിൽ നമ്മൾ വേറെ ഒരു മാവും ഒന്നും ചേർത്തിട്ടില്ല, പച്ചരി മാത്രം വെച്ചിട്ടാണ്. നല്ല ഇത് ചുമന്ന പച്ചരിയാണ്, വെള്ള പച്ചരിയല്ല. പക്ഷേ ചുമന്ന പച്ചരിയാണെങ്കിലും അത് ചുമന്ന് പോകുമോ, കളറ് കറുത്ത് പോകുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും വരില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ഉണ്ണിയപ്പമാണ്. നല്ല രുചിയുമാണ്. മറ്റേ പച്ചരിയേക്കാളും നല്ല രുചിയുള്ള ഉണ്ണിയപ്പമാണ്. മറ്റേ പച്ചരി എന്ന് പറഞ്ഞാൽ വെള്ളപ്പച്ചരി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരിക, സബ്സ്ക്രൈബ് തരിക, ഷെയറും ചെയ്യുക.